ടർക്കിയെ പിടിക്കുന്നത് ഇതേപോലെയാണ്. ഒരു കാലും ഒരു ചിറകും എപ്പോഴും ഇങ്ങനെ ഇരിക്കും. ഒരു നായൊക്കെ വളർത്തും പോലെയുള്ള ഉപയോഗം ഇതുണ്ടാവും. കുറച്ച് ആൾക്കാരിൽ മാത്രമേ ഇതേപോലുള്ള ടർക്കികളെല്ലാം ഉള്ളൂ. മാർക്കറ്റ് വില ഏകദേശം 30,000 രൂപ അടുപ്പിച്ച് പെയറിന് വില ഉണ്ടായിരുന്ന സാധനമാണ്. ഏകദേശം 20,000 രൂപ അടുപ്പിച്ച് വില ഉണ്ടായിരുന്ന ഇതിൻ്റെ മുട്ടയ്ക്കെല്ലാം നല്ല വിലയാണ്. ഏകദേശം 600-700 രൂപ വിലയുണ്ട് മുട്ടയ്ക്ക്. 100 മുതൽ 120 മുട്ട വരെ ഒരു വർഷത്തിലിടുന്ന വിഭാഗത്തിൽപ്പെട്ടതാണ്. ഇതിന് മാർക്കറ്റിൽ 500 മുതൽ 600 രൂപ വരെ ഇപ്പോൾ വിലയുള്ളതാണിത്. നല്ല ഭംഗിയുള്ളതാണ്. കരിങ്കോഴി ഇനത്തിൽപ്പെട്ട കരിങ്കോഴി പോലെ നല്ല കറുത്ത ഇനത്തിലുള്ള വളരെ ചിലവ് കുറഞ്ഞ രീതിയിലെല്ലാം ഈ നാടൻ ടർക്കികളെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. നമസ്കാരം. നമസ്കാരം. ഈ വെറൈറ്റി ആയിട്ടുള്ള കുറേ ടർക്കി കോഴികളും ഗിരിക്കോഴികളും ഉണ്ടെന്ന് പറയുന്നത് ഏതൊക്കെയാണ് ഇപ്പോൾ ഉള്ള കയ്യിൽ? നമ്മുടെ കയ്യിൽ ഇപ്പോൾ നിലവിലുള്ളത് ബ്ലൂ സ്ലേറ്റ് ടർക്കിയുണ്ട്, ബോർബോൺ ടർക്കിയുണ്ട്, ജെറ്റ് ബ്ലാക്ക് ടർക്കിയുണ്ട്, റോയൽ പാം ടർക്കിയുണ്ട്, പിന്നെ നോർമൽ ടർക്കിയുണ്ട്. ഇത്രയും ബ്രീഡുകളാണ് ഇപ്പം നമ്മളതിലുള്ള. ഏകദേശം 5 ബ്രീഡുകൾ ഇപ്പം നമ്മളതിൽ ലൈവായിട്ടുണ്ട്. അതിൽ ഏറ്റവും വില കൂടിയത് വെറൈറ്റി ആയിട്ട് ഏതാണ്? ഏറ്റവും വില കൂടിയതെന്ന് പറയുന്നത് ഇപ്പം നിലവിൽ നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ആയിട്ടുള്ളത് ബ്ലൂ സ്ലേറ്റ് ടർക്കികളാണ്. ഇത് ബ്ലൂ സ്ലേറ്റ് ടർക്കിയാണ്. ഇത് വളരെ അപൂർവമായിട്ട് മാത്രമേ ആൾക്കാരുടെ കയ്യിലുള്ളൂ. വളരെ റെയറായിട്ടാണ് ഇത് സാധാരണ ഉള്ളത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ ഈ ബ്ലൂ സ്ലേറ്റ് ടർക്കികൾ വളരെ കുറവാണ്. വളരെ ആൾക്കാരിൽ മാത്രമേ ഉള്ളൂ. ഇത് മാർക്കറ്റ് വില ഏകദേശം 30,000 രൂപ അടുപ്പിച്ച് പെയറിന് വില ഉണ്ടായിരുന്ന സാധനമാണ്. ഇപ്പോഴേ കുറച്ച് വില കുറഞ്ഞിട്ടുണ്ട്. എന്നാലും അലങ്കാരത്തിനും റിസോർട്ടുകളിലൊക്കെ ഭംഗിക്കായിട്ടെല്ലാം ഇത് വളർത്താറുണ്ട്. ഇത് അത്യാവശ്യം നന്നായി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ബ്രീഡാണ്. ഒരു സാധാരണ ടർക്കി പോലെ തന്നെ നമുക്ക് ഫുഡൊക്കെ കൊടുക്കാനും വാക്സിനേഷനും വൈറ്റമിൻസ് എല്ലാം അതുപോലെയാണ് കൊടുക്കുന്നത്. ഇവരിപ്പോൾ ഇത് 8 മാസം പ്രായമുള്ളതാണ്. 8 മാസം മുതൽ അവർ എഗ് ചെയ്ത് തുടങ്ങും. അതുപോലെ തന്നെ ഇവരെ നമ്മൾ സെപ്പറേറ്റാണ് വളർത്തുന്നത്. ബ്ലൂ സ്ലേറ്റ് ടർക്കികളെല്ലാം പ്രത്യേക കൂടിലാണ്, പ്രത്യേക ക്രമീകരിച്ചിരിക്കുന്ന കൂടുകളിലാണ് വളർത്തുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് അത്യാവശ്യം നല്ല പ്രതിരോധ ശേഷിയുള്ളതാണ്. ഞങ്ങളുമായിട്ട് വളരെ ടേംസാണ് അവർ. നല്ല ടേംഡാണ്. എല്ലാ ഇവിടെ വളർത്തുന്ന എല്ലാ കോഴികളും എമും എല്ലാവരും നല്ല ടേംഡാണ്. അത് വീട്ടിൽ വളർത്തി ഇണക്കി വളർത്താൻ പറ്റുന്നതാണല്ലേ? വീട്ടിൽ ഇണക്കി വളർത്താൻ പറ്റുന്നതാണ്. ഇവരാരെയും ഉപദ്രവിക്കാറില്ല. പക്ഷേ ഇതുകൊണ്ടുള്ള ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ ഇഴജന്തുക്കൾ എന്തെങ്കിലുമൊക്കെ ഇവിടെ വരുന്നെങ്കിൽ അവർ അതിനെ ആക്രമിക്കുകയും ഓടിക്കുകയൊക്കെ ചെയ്യും. ഇതിൻ്റെ ശബ്ദം കൊണ്ട് വരാറില്ല. അതാണ് സത്യം. ടേംഡാണ്. അവർ ഒന്നും ആരെയും ഉപദ്രവിക്കാറില്ല. മുട്ടയ്ക്കും അതുപോലെ നല്ല വിലയാണല്ലോ കുഞ്ഞിന്? ഇതിൻ്റെ മുട്ടയ്ക്കെല്ലാം നല്ല വിലയാണ്. ഏകദേശം 600-700 രൂപ വിലയുണ്ട് മുട്ടയ്ക്ക്. പക്ഷേ ഹാച്ചിങ് അല്പം കുറവാണ്. ഇത് സീസണായിട്ട് എഗ് ചെയ്യണതല്ല. ഇവർ സാധാരണ രീതിയിൽ സാധാ ടർക്കി എഗ് ചെയ്യും പോലെ എഗ് ചെയ്യുന്നതാണ്. ഒരു സീസണിൽ ഏകദേശം 10 മുതൽ 14 മുട്ട വരെയൊക്കെ ഇവർ ഇടുക പതിവാണ്. ഇത് ബോർബോൺ ടർക്കിയാണ്. ബോർബോൺ റെഡ് ടർക്കി എന്ന് പറയുന്ന ബ്രീഡിലുള്ളതാണ്. ഇത് പൂവൻ ടർക്കിയാണ്. ഇവർ നല്ല ടൈംഡാണ്. നേരത്തെ പറഞ്ഞതുപോലെ നല്ല മാർക്കറ്റ് വില ഉണ്ടായിരുന്നു. ഏകദേശം 20,000 രൂപ അടുപ്പിച്ച് വില ഉണ്ടായിരുന്ന ടർക്കിയാണ്. ഇപ്പോൾ കുറച്ച് വിലയെല്ലാം കുറഞ്ഞിട്ടുണ്ട്. അധികം ആൾക്കാരുടെ കയ്യിലൊന്നും ഇതില്ലായിരുന്നു. വിദേശ രാജ്യങ്ങളിലാണ് ഇത് പ്രധാനമായിട്ടും വളർത്തിക്കൊണ്ടിരുന്നത്. ഞങ്ങളുടെ കയ്യിൽ ബോർബോൺ ടർക്കി കുറേ സ്റ്റോക്കുണ്ട്. ഇവിടെ ഇതും ഞങ്ങൾ സെപ്പറേറ്റാണ് വളർത്തുന്നത്. ബോർബോൺ ടർക്കി അതിൻ്റെ വേറെ ഒന്നിനെയും അതിൻ്റെ കൂടെ വളർത്താറില്ല. ഒരു പ്രത്യേക കൂട് മെയിൻറ്റെയിൻ ചെയ്ത് അതിനുവേണ്ടി ക്രമീകരിച്ചിട്ടുള്ളത്. ഇവർക്ക് കൊടുക്കാനുള്ള വൈറ്റമിൻസ്, ലിവർ ടോണിക്, ഈ സാധനങ്ങളെല്ലാം കൊടുക്കും. കുഞ്ഞു പ്രായത്തിൽ ഇവർക്ക് നന്നായിട്ട് വാക്സിനേഷൻ എല്ലാം ചെയ്യും. ഇവർ നല്ല ഇണക്കമാണ്. നമ്മളുമായിട്ട് നല്ല ടൈമിലാണ്. ഫീഡിംഗ് ഒക്കെ ഫുഡ് എങ്ങനെയാണ് ഇവർക്ക്? ഫീഡ് എന്ന് പറയുന്നത് ഇപ്പോഴും ഞങ്ങൾ ഇവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഗ്രോവർ തീറ്റയാണ് ഇപ്പോൾ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് 7 മാസമായ ടർക്കിയാണ്. 2 മെയിലും 4 ഫീമെയിലാണ് ഇതിപ്പോൾ ഉള്ളത്. പിന്നെ അവർക്ക് ധാരാളം പച്ചില, പപ്പായ ഇല, ഇതുപോലുള്ള പച്ചിലകൾ ധാരാളം, പുല്ലുവർഗ്ഗങ്ങളൊക്കെ നമ്മൾ ധാരാളം കൊടുക്കാറുണ്ട്. ഇവർ നല്ല ടൈംഡാണ്. ഏറ്റവും പ്രധാനം ടൈംഡാണ്. ഇണക്കി വളർത്താൻ പറ്റിയതാണ്. റിസോർട്ടുകളിലും വീടുകളിലൊക്കെ ഭംഗിക്കായിട്ട് അലങ്കാരത്തിന് വേണ്ടി വളർത്തുന്നത് ആണ് ഇവരെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് ബോർബോൺ ടർക്കിയിലെ മെയിലാണ്. ഇതിന് 1 വർഷം പ്രായമുണ്ട്. 12 മാസം പ്രായമുള്ളതാണ്. നല്ല ടൈംഡാണ്. നമ്മളായിട്ട് ഇതിനെ കാണുമ്പോൾ വളരെ നമുക്കെല്ലാം ഭയം തോന്നും. പക്ഷേ ഇതെല്ലാം വളരെ നല്ല ടൈംഡാണ്. അവർ 1 വർഷം പ്രായമുള്ളതാണ്. ഏകദേശം 8 കിലോ വെയിറ്റ് ഉണ്ട്. ഇത് മീറ്റ് പർപ്പസിന് ഉപയോഗിക്കുന്നതല്ല, ഭംഗിക്ക് ഉപയോഗിക്കുന്നതാണ്. ഇത് വളരെ കുറച്ച് ആൾക്കാരിൽ മാത്രമേ ഇതേപോലുള്ള ടർക്കികളെല്ലാം ഉള്ളൂ. പ്രധാനമായിട്ട് ഇവർക്ക് അസുഖങ്ങളെല്ലാം വളരെ കുറവാണ്. കാരണം എന്ന് പറയുന്നത് ഇവരെ ദേഹത്ത് കാഷ്ടമൊന്നും ഇവരെ ദേഹത്ത് ആവാറില്ല. എല്ലാം തറയിലാണ്. ഹൈടെക് രീതിയിലുള്ള കൂടുകളാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവർ കഴിക്കുന്ന ഫുഡിൻ്റെ വേസ്റ്റ് ആയാലും
എല്ലാം താഴെയാണ് പോകുന്നത്. അതെല്ലാം കഴിക്കാൻ ഈ നാടൻ കോഴികൾ ഇതേപോലെയുള്ള തുറന്നു വിട്ടിരിക്കുന്ന കോഴികളെല്ലാം അതെല്ലാം കഴിക്കും. ഇത് റോയൽ പാം എന്ന് പറയുന്ന ബ്രീഡാണ്, റോയൽ പാം ടർക്കി. ഇതൊരു മെയിലും ഫീമെയിലുമാണ്. ഇത് 6 മാസം പ്രായമുള്ളതാണ്. ഇതൊരു വെറൈറ്റി ടർക്കിയാണ്. ഇത് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന ടർക്കിയാണ്. പക്ഷേ ഒരു ചിറക് വിടർത്തി നിൽക്കുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു അലങ്കാരത്തിനാണ് ഇത് പ്രധാനമായിട്ടും ഇത് ഉപയോഗിക്കുന്നത്. അതുപോലെ നല്ല ടഗ് ചെയ്യും, നല്ല ഡിസൈനാണ്. അവരെ ചിറകും വാലും എല്ലാം നല്ല ഡിസൈനാണ്. ഇതൊരു മെയിലാണ്, മെയിൽ ടർക്കിയാണത്. ഇത് അതിൻ്റെ ഒരു ഫീമെയിൽ ടർക്കിയാണത്. ഇതൊരു ഫീമെയിൽ ടർക്കിയാണ്. മനുഷ്യനുമായിട്ട് നല്ല ഇണക്കമുള്ളതാണ്. ടർക്കികളെല്ലാം നല്ല ഇണക്കമുള്ളതാണ്. പ്രത്യേകിച്ച് ഇതും നല്ല ഇണക്കമുള്ളതാണ്. ഈ ടർക്കിയെ പിടിക്കുന്നതിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു കാല്, ഒരു ചിറക് ഉണ്ടല്ലേ, ഇങ്ങനെയാണ് ടർക്കിയെ പിടിക്കുന്നത്. അല്ലാതെ കാലിലും വാലിലൊന്നും തൂക്കിയെടുക്കാറില്ല ആരും. ടർക്കിയെ പിടിക്കുന്നത് ഇതേപോലെയാണ്. ഒരു കാലും ഒരു ചിറകും എപ്പോഴും ഇങ്ങനെ ഇരിക്കും. ഇതും പ്രത്യേകം സംരക്ഷിക്കുന്ന കൂട്ടത്തിലുള്ളതാണ്. കാരണം ഇത് വേറെ ഒന്നുമായിട്ട് ക്രോസ് ചെയ്യാതെ പ്രത്യേകിച്ച് വളർത്തുന്നതാണ്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് റോയൽ പാമാണ്. ഇതിൻ്റെ ബ്രീഡ് നെയിം എന്ന് പറയുന്നത് റോയൽ പാമാണ്. ഇത് സാധാരണ രീതിയിൽ മുട്ടയിടാറുണ്ട്. അതുപോലെ ഇവരും ഏകദേശം 10 മുതൽ 14, 15 മുട്ട വരെ ഇടുന്നതാണ്. പ്രതിരോധ ശേഷിയുണ്ട്. അത്യാവശ്യം നല്ല വിലയുള്ള സാധനമായിരുന്നു. എന്നാലും ഇപ്പോഴും മാർക്കറ്റിൽ ആവശ്യക്കാരുണ്ട്. ഇത് ജെറ്റ് ബ്ലാക്ക് വിഭാഗത്തിൽ വരുന്ന ടർക്കിയാണ്. ഇത് പ്രധാനമായിട്ടും ഇത് മുട്ടയ്ക്കും ഇറച്ചിക്കും വളർത്തുന്ന ടർക്കിയാണ്. പിന്നെ അതുപോലെ നല്ല ഭംഗിയുള്ളതാണ്. കരിങ്കോഴി ഇനത്തിൽപ്പെട്ട, കരിങ്കോഴി പോലെ നല്ല കറുത്ത ഇനത്തിലുള്ള, അത്യാവശ്യം നല്ല രീതിയിലുള്ള മുട്ട, നല്ല സൈസുള്ള മുട്ടയാണ് അവർക്കുള്ളത്. ഇവർ 8 മുതൽ 10 കിലോ വരെ വെയിറ്റ് വരും ഇതിൻ്റെ മെയിലുകൾ. ഫീമെയിൽ വരുമ്പോൾ ഒരു 4 കിലോ വെയിറ്റ് വരെ വരും. ഇത് പ്രധാനമായിട്ട് ഇറച്ചിക്കും മുട്ടയ്ക്കാണ് വളർത്തുന്നത്. പിന്നെ ചില സ്ഥലങ്ങളിൽ ഭംഗിക്കും വളർത്തും. ജെറ്റ് ബ്ലാക്ക് എന്നാണ് ഈ ബ്രീഡിൻ്റെ പേരെന്ന് പറയുന്നത്. വിലയുള്ളതാണോ? ഇത് അത്യാവശ്യം സാധാരണ ടർക്കിക്കാലം അല്പം കൂടെ വിലയുള്ളതാണ്. ഇതിപ്പം 3 മാസം മുതൽ 3.5 മാസം വരെ പ്രായമുള്ളതാണ്. ഇതിന് മാർക്കറ്റിൽ 500 മുതൽ 600 രൂപ വരെ ഇപ്പം വിലയുള്ളതാണിത്. ജോഡിക്കാണോ അതോ? ജോഡിക്കല്ല, പീസിനാണ്. ഒരു പിടിക്കുന്നത് നമ്മൾ ടർക്കികളെല്ലാം പിടിക്കുന്നതിനൊരു ഇതുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, അതുപോലെയാണ് ഇത് പിടിക്കാനുള്ളത്. നല്ല ബ്ലാക്ക് ആയിരിക്കും അല്ലേ? നല്ല ബ്ലാക്ക് ആയിരിക്കും. ഇത് നല്ല പ്യുവർ ബ്ലാക്ക് ആയിരിക്കും. ഇതും നമ്മൾ സെപ്പറേറ്റാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇവരെ കൂടെ വേറെ ഒന്നിനെയും ക്രോസ് ബ്രീഡ് ആവാനായി അനുവദിക്കുന്നതല്ല. പിന്നെ ഇവരെ ഫുഡെന്ന് പറയുന്നത് സാധാ ഫുഡാണ്. ഇപ്പം ഗ്രോവർ തീറ്റയാണ് ഇതിന് കൊടുക്കുന്നത്. അതുപോലെ ലിവർ ടോണിക്ക് കൊടുക്കും, വൈറ്റമിൻസുകളൊക്കെ കൊടുക്കും. ധാരാളം പച്ചില കൊടുക്കും. അതൊക്കെയാണ് ഇതിൻ്റെ ആഹാരമായിട്ട് കൊടുക്കുന്നത്. അത്യാവശ്യം ഇത് വളർത്തുന്നത് ഇഴജന്തുക്കളൊന്നും ഈ പരിസരത്ത് വരില്ല. ഇതിൻ്റെ പ്രത്യേക രീതിയിലുള്ള ശബ്ദവും എല്ലാം കൊണ്ട് ഈ പരിസരത്തൊന്നും ഇഴജന്തുക്കളൊന്നും വരില്ല. അതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ വീട്ടിലാണ് ഈ ഫാം സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഇതുവരെയും ഇഴജന്തുക്കളൊന്നും ഈ പരിസരത്തൊന്നും വന്നിട്ടില്ല. പ്രധാനമായിട്ടും ടർക്കി ഗിനിയാണ് ഇതിന് കാരണമെന്ന് പറയുന്നത്. ഇവരാരും വരാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്. ഇത് സാധാരണ നമ്മുടെ നാടൻ ടർക്കി എന്നൊക്കെ പറയുന്ന വിഭാഗത്തിലുള്ള ടർക്കിയാണ്. ഇത് സാധാരണ എല്ലാ സ്ഥലത്തും കാണുന്ന ടർക്കിയാണ്. ഇത് വൈറ്റ് ടർക്കി. ഇത് നമ്മുടെ നാട്ടിലല്ല, നാട്ടുപ്രദേശങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് നെയ്യാറ്റിങ്കര, പാറശാല, കാട്ടാക്കട ഇതേപോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ ടർക്കി സജീവമായിട്ട് കിട്ടണ ഇതാണ്. വൈറ്റ് ടർക്കി നല്ല വെയിറ്റ് വയ്ക്കുന്നതാണ്. നല്ല വെയിറ്റ് വയ്ക്കും. ഏകദേശം ഇതിൻ്റെ മെയിലിന് ഏകദേശം 10 കിലോ ഒക്കെ വെയിറ്റ് വരും. 8 മുതൽ 10 കിലോ വരെ വെയിറ്റ് വരും. ധാരാളം മുട്ടയിടും. വൈറ്റ് ടർക്കിയും നാടൻ ടർക്കിയെല്ലാം ധാരാളം മുട്ടയിടും. 100 മുതൽ 120 മുട്ട വരെ ഒരു വർഷത്തിലിടുന്ന വിഭാഗത്തിൽപ്പെട്ടതാണ്. ഇവർക്കും നമ്മൾ വാക്സിനേഷനെല്ലാം കറക്റ്റായി കൊടുക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിന് കൊടുക്കുന്ന ഫുഡെന്ന് പറയുന്നത് സ്റ്റാർട്ടറും ഗ്രോവറും കൂടെ മിക്സ് ചെയ്തുള്ള ഫുഡാണ് കൊടുക്കുന്നത്. പിന്നെ പച്ചില കൊടുക്കും, പച്ചക്കറി വേസ്റ്റ് കൊടുക്കും. ഇതിന് സാധാരണ രീതിയിൽ അത്യാവശ്യം നല്ല മാർക്കറ്റാണ്. ഒരു നായൊക്കെ വളർത്തും പോലെയുള്ള ഉപയോഗം ഇതുണ്ടാവും. ഇത് വലുതായി കഴിഞ്ഞാൽ നല്ല ഗാംഭീര്യത്തോടെ നിൽക്കുന്ന ഇതാണ്. സാധാരണ നാട്ടുപ്രദേശത്തൊക്കെ ഉള്ള ടർക്കിയാണിത്. അത്യാവശ്യം നല്ല ഭാരം ഉണ്ടാവും, ഇതിന് വെയിറ്റ് ഉണ്ടാവും. ധാരാളം മുട്ട കിട്ടും. നാടൻ ടർക്കി പോലെ തന്നെ എഗ് ചെയ്യണ ഭാഗത്തുള്ള നല്ല ടേംഡാണ്. മനുഷ്യരുമായിട്ട് നല്ല ഇണങ്ങി വളരണതാണ്. ഇവരാരും അക്രമകാരികളല്ല. ഈ ടർക്കി ഭാഗത്തുള്ള ഇവരാരും അക്രമകാരികളല്ല. റോയൽ പാം എന്ന് പറയുന്ന ബ്രീഡാണിത്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിലവിലുള്ളത് റോയൽ പാമിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്, ജെറ്റ് ബ്ലാക്ക് ടർക്കിയുടെ കുഞ്ഞുങ്ങളുണ്ട്, നോർമൽ ടർക്കിയുടെ കുഞ്ഞുങ്ങളുണ്ട്, വൈറ്റ് ടർക്കിയുണ്ട്, പിന്നെ ബോർബോൺ ടർക്കിയുടെ കുഞ്ഞുങ്ങളുണ്ട്, റെഡ് ടർക്കിയുടെ കുഞ്ഞുങ്ങളുണ്ട്. ഇതൊക്കെയാണ് ഇപ്പം ടർക്കി വിഭാഗത്തിൽ നമ്മുടെ കയ്യിൽ കുഞ്ഞുങ്ങളായിട്ടുള്ളത്. സാധാരണക്കാർക്ക് ടർക്കി വളർത്താൻ പറ്റുന്നതാണ്.
വീട്ടിലെ ഫുഡിൻ്റെ വേസ്റ്റുകൾ, നമ്മുടെ പച്ചക്കറിയിലെ വേസ്റ്റുകൾ, ഇതെല്ലാം നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും. അതിലൂടെ നമുക്ക് വീട്ടിലെ വേസ്റ്റുകൾ തന്നെ കുറേ റിമൂവ് ചെയ്യാൻ പറ്റും. ഇവർ ഏകദേശപ്പെട്ട ഫുഡ് വേസ്റ്റ് എല്ലാം കഴിക്കുന്ന ഒരു വിഭാഗത്തിലുള്ളതാണ്. അതുപോലെ പച്ചില, അത്യാവശ്യം വളരെ ചിലവ് കുറഞ്ഞ രീതിയിലെല്ലാം ഈ നാടൻ ടർക്കികളെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. മീറ്റ് പർപ്പസിന്, എഗ്ഗ് പർപ്പസിന് ഇത് ഉപയോഗിക്കാൻ പറ്റും. ധാരാളം മുട്ടയും അത്യാവശ്യം നല്ല രീതിയിലുള്ള മീറ്റ്, ഇറച്ചിയും അതിൽ ലഭിക്കും. ഇത് നോർമൽ ടർക്കിയാണ്, സാധാരണ നമ്മുടെ നാട്ടിലെല്ലാം കാണുന്ന ടൈപ്പ് ടർക്കിയാണ്. ഇതൊരു മെയിലാണ്, ഇതതിൻ്റെ ഫീമെയിലാണ്. ഇതിപ്പോഴും ഏകദേശം ഒരു 4 കിലോ വെയിറ്റ് ഇപ്പം വരും. ഇതിന് ഒരു 6 മാസം പ്രായമുണ്ട് ഈ മെയിലിന്. ഇതതിൻ്റെ ഫീമെയിലാണ്. അതിനൊരു 3 കിലോ വെയിറ്റ്, 2.5-3 കിലോ ഒക്കെ വെയിറ്റ് വരും. ഇത് സാധാരണ ഫുഡ് കൊടുത്ത് വളർത്തുന്ന ടൈപ്പാണ്. വീട്ടിലെ വേസ്റ്റും ഇതെല്ലാം വീടുകളിൽ നമുക്ക് വളർത്താൻ പറ്റണം, വളരെ എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്നതാണ്. അല്പം പോലും അക്രമകാരികളല്ല ഈ ടർക്കി എന്നുള്ളതാണ് പ്രധാനം. ആരെയും ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യില്ല. ധാരാളം എഗ്ഗ് ചെയ്യുകയും ചെയ്യും. ഏകദേശം 10 മുതൽ 20 എഗ്ഗ് വരെ ഈ ടർക്കി ഇടും. നല്ല ഇത് വരുമ്പോൾ ഒരു 5 കിലോ വെയിറ്റ് വരെ വരും പൂർണ്ണ വളർച്ച എത്തുമ്പോൾ. ദൈവം വരുമ്പോൾ ഒരു 9 കിലോ 10 കിലോ റേഞ്ചിൽ വരുന്നതാണ് ഇവർ. പ്രധാനമായിട്ട് ഇത് കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളവർക്കൊക്കെ അടുത്തൊക്കെ നമുക്ക് ധൈര്യമായിട്ട് വളർത്താം. ഇവരൊന്നും അല്പം പോലും അക്രമകാരികളെന്നുള്ളതാണ്. ആൾക്കാരുടെ ഒരു ഇങ്ങനെ ഒരു ഇതുകൊണ്ട് ടർക്കി കൊത്തും അതിനെ കാണുമ്പോഴല്ല. പക്ഷെ അവരാരും അങ്ങനെയൊന്നും ഒട്ടും അല്പം പോലും ആരെയും ഉപദ്രവിക്കാത്ത ഒരു ടൈപ്പ് ജീവികളാണ് ഇവരെല്ലാം. പക്ഷിയാണ്.